ശ്രീ ആൻറ്റോ അഗസ്റ്റിൻ, മോർണിംഗ്. ഞങ്ങൾ താഴെ നിന്ന് ഏകദേശം ഒരു 4 മണിക്കൂറോളം ആയി യാത്ര ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ അലവിക്ക മുഴുവൻ ആളുകളുടെയും പേര് പറഞ്ഞു. അതായത് ഈ പുഞ്ചിരിമട്ടം മുതൽ താഴെ ചൂരൽമല വരെയുള്ള ആളുകളുടെ മുഴുവൻ പേര് ലിസ്റ്റും കാണാതെ പറയുകയാണ്. അങ്ങനെയുള്ള മനുഷ്യരായിരുന്നു വിട്ടുണ്ട്. ഇപ്പം ആൻറ്റോ നിൽക്കുന്ന സ്ഥലത്തൊരു വീടുണ്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ഈ 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ വരണേ. ഈ മേലെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കുക, മല തുടങ്ങി താഴെ ഇവിടെ നിന്നാൽ നമുക്ക് മനസ്സിലാവും ഈ പാറയ്ക്ക് എങ്ങനെ താഴെ എത്തിയെന്ന്. വളരെ ദുരിതം അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ഇത്ര ജനങ്ങളാണ്, ഒരു അങ്ങാടിയും ഒരു ടൗണും എല്ലാ സംവിധാനം താഴെ അപ്പാടെ താഴെ എത്തി എന്നുള്ളതാണ്. ഇവർ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ അലവിക്ക പറയുന്നത് മറ്റു വീട് വെച്ച് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കഴിയാനല്ലേ പറ്റൂ. പക്ഷേ ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല. അവരിപ്പം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്കൊരു ടൗൺഷിപ്പ് പോലെ ഒരു പ്രദേശത്ത് ഒരുമിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കഴിയാൻ പറ്റണം. ഇനി ഉള്ളവരെങ്കിലും, കാര്യം ഇവരുടെ ബന്ധുക്കളും പരസ്പരം അങ്ങോട്ടറിയാവുന്നവരാണ്. ആൻറ്റോ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ വീടിനൊന്നും അലവിക്ക നിങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഞങ്ങളുടെ മാനേജിങ് എഡിറ്ററാണ് ആൻറ്റോ അഗസ്റ്റിൻ. നിങ്ങളുടെ വീടുകൾക്കൊന്നും മതിലില്ല. അതെന്താ കാര്യം? മതിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഈ 5 സെൻറ്റും 10 സെൻറ്റും സ്ഥലമുള്ള ആൾക്കാരല്ലേ, അതിനൊരു മതിലിൻ്റെ ഒരു ആവശ്യം നമുക്കവിടെ വരുന്നില്ല. കാരണം ഇവിടെ ഏറ്റവും ഇവിടെ പരസ്പരം ഇത്രമേൽ ഇഴുകിച്ചെന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ അന്യ ആൾ മറ്റേ ആൾ എന്നില്ല. ഒരാൾ കുഴങ്ങി വന്നാലും പോലെ സഹായിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് മതിൽക്കെട്ടിൻ്റെ ആവശ്യം. സൂക്ഷിക്കണേ, അവിടെ നിന്നാൽ കേട്ടോ. ഞങ്ങൾക്ക് മതിൽക്കെട്ടിൻ്റെ ആവശ്യമില്ല. ഞങ്ങളെല്ലാവരും ഒരേമാതിരി ഒരു കല്യാണം ഉണ്ടാകുകയാണെങ്കിലും ഒരു മരിപ്പ് ഉണ്ടാകുകയാണെങ്കിലും മുണ്ടക്കൈക്കാരില്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. അല്ല, ഇതിൽ ഈ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് ഭൂരിപക്ഷം. പിന്നെ ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾ പഠിപ്പിച്ച് വളർത്തി ഏതെങ്കിലും ജോലി കിട്ടിയ പോലീസുകാർ, അതുപോലെ തന്നെ അധ്യാപകർ, ഡോക്ടർമാർ, അങ്ങനെയുള്ള വളരെ സാധാരണ നിലയിൽ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആൾക്കാരാണ് ഈ ഏരിയ. അതുകൊണ്ടാണ് ഇതൊരു ചെറിയ ടൗണായി മാറിയത്. കാരണം ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലാണ്, അതായത് ചോദിച്ചറിയാം, അടുത്ത കാലങ്ങളിലാണ് ഇവിടെ 2 നില വീടുകളൊക്കെ വന്നിട്ടുള്ളത്. ചെറുത് അതൊക്കെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടുകളാണ്. തുടങ്ങിയ ആൾക്കാരാണ്. ഇനി ഇപ്പോൾ എല്ലാവരും പൂജയായി. ഇനി ഒന്നുകിൽ ഞങ്ങൾ തുടങ്ങണം. നിങ്ങൾ വിരുമ്പിയ പിന്നെ ആർക്കാ പറ്റുക? നിങ്ങളല്ലേ ഈ നാട്ടില് ഞാനിതൊന്നും കണ്ടിട്ട് കൊടുക്കാത്ത വീടുണ്ടോ ഈ കൂട്ടത്തില്? നമ്മൾ ഇത് കണ്ടിട്ട് കരയാത്ത ആളാണ്. നമ്മൾ കരഞ്ഞാൽ പിന്നെ ഇത് കാണിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കരയാൻ പാടില്ല, നിങ്ങൾ കരയരുത്. നിങ്ങൾ കരഞ്ഞാൽ പിന്നെ എന്താ? ബാക്കിയുള്ളവരൊക്കെ മണ്ണിന്റെ അടിയിലാണ്. ഇതിനകത്ത് വേറൊരു കാര്യം, സാധാരണ ജനങ്ങളായതുകൊണ്ട് ഇവർക്ക് അങ്ങനെ വൈരാഗ്യമൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ അമ്പലങ്ങളുടെയൊക്കെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ ജാഥകൾ വരുന്ന സമയം എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഉത്സവങ്ങളുടെ സമയങ്ങളിലൊക്കെ മുസ്ലിം പള്ളിയാണ് തൊട്ടടുത്ത്, ക്രിസ്ത്യൻ പള്ളിയാണ് തൊട്ടടുത്ത്. ഇവരെല്ലാം ഒന്നിച്ചാണ്. ഈ മുസ്ലിം എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ചാണ്. എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ചാണ്. ക്രിസ്ത്യൻ പള്ളിയിലെ പെരുന്നാളാണെങ്കിലും മുസ്ലിം പള്ളിയിലെ പരിപാടികളാണെങ്കിലും അതുപോലെ ശിവരാത്രി ആണെങ്കിലും. ശിവരാത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പാലം കണ്ടല്ലോ, ആ പാലത്തിൽ കൂടിയാണ് ഈ ശിവരാത്രിയുടെ ജാഥയെ കടന്നു പോകുന്നത്. കാരണം മുഴുവൻ ആൾക്കാർ അങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം ഇവർ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഇവിടെ വന്ന് ഈ മലേൻ്റെ അപ്പുറ സൈഡിൽ നിന്നാൽ അവിടെ ഉരുൾപൊട്ടു നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും. അവിടെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിങ്ങിപ്പാർത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ഡെവലപ്മെൻറ്റ് വന്നു. കാരണം ഈ ടൂറിസം നന്നായി ഡെവലപ്പ് ചെയ്ത സമയത്ത് ആൾക്കാർക്ക് തോന്നി ഇവിടെ വിട്ടു പോകേണ്ട കാര്യമില്ല. കാരണം 2000, 3000, 5000 വിലയുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം കിട്ടാനായി. അപ്പോൾ അത് വിട്ടുപോകേണ്ട കാര്യമില്ല. കാരണം ടൂറിസം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് വൃത്തിയായി ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് ഒരു ഉരുൾപൊട്ടലാണെങ്കിൽ രസമുണ്ട്. ഇത് 2, 3 ആയപ്പോഴാണ് ഈ 2, 3 പെട്ടവർ മാക്സിമം ആൾക്കാർ ഇത് രക്ഷിക്കാൻ ഇറങ്ങിയവരാന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ കൂടെ ഡ്രൈവറായിട്ട് വന്ന പയ്യൻ പറയുന്നത്, അവനിങ്ങോട്ട് വരുന്ന സമയത്ത് 1.5 ഫസ്റ്റത്തെ പൊട്ടുകയാണ്, 1:40. പക്ഷേ പൊട്ടിക്കഴിഞ്ഞിട്ട് അവൻ ഓടി വന്ന് അടുത്ത വീട്ടിലുള്ള ആൾ തല പൊട്ടിച്ചിട്ട് വന്നിട്ട് പറയുകയാണ് എനിക്ക്. അപ്പോൾ ചൂടുവെള്ളം ഉണ്ടാക്കിയ തല ഒപ്പി മാറ്റി നിർത്തിക്കളാണ് അടുത്ത സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഇറങ്ങി ഓടിയ ആൾക്കാരാണ്. ഹെലികോപ്റ്റർ താഴ്ന്ന് പറക്കുന്നത് പോലുള്ള ശബ്ദം വന്നാലും ഭയങ്കര ശബ്ദം. ഈ പാറകളൊക്കെയാണ് വരുന്നത്. ഇതൊന്നും ഞാൻ ജീവിതത്തിൽ ഇവിടെ എവിടെയും ഈ പാറ കണ്ടിട്ടില്ല. ഒക്കെ ചെറിയ കുഞ്ഞു പാറകളെ ഉണ്ടായിട്ടുള്ളൂ. ഈ പാറയൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ വന്ന് കേരിയ കണക്കിന് ഇവിടെ ആളുണ്ടാവുമോ? ഇവിടെ എല്ലാ ആളില്ല. പിന്നെ വില്ലേജിൻ്റെ അവിടെ നിലമ്പൂർ ചാലിയാർ പോയിൽ 172 ബോഡി ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അത് ഓരോരോ കഷ്ണങ്ങളാണ്. നമ്മളത് തിരിച്ചറിയില്ല. നമ്മളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണത് DNA നോക്കിയിട്ടാണ്. അങ്ങനെ എടുത്തിട്ടാണ് മറയുന്നത്. കഷ്ണങ്ങളാണ് ഇതൊക്കെ. അടിച്ചു പോയി ഇവിടുന്ന് എത്ര വെള്ളച്ചാട്ടം വരും നിലമ്പൂർക്ക് എത്തുമ്പോൾ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടമുണ്ട്. സൂചിപ്പാറുണ്ട്. സീതമ്മക്കുണ്ടാണിത്. സീതമ്മക്കുണ്ട് നമ്മൾ അവിടെ ഉണ്ട്. സീതമ്മക്കുണ്ട് പള്ളീൻ്റെ അത് വെള്ളച്ചാട്ടം ഇല്ലാതായി ഇപ്പോൾ.
അതൊരു വെള്ളച്ചാട്ടമാണ്. അത് കഴിഞ്ഞിട്ടില്ല വെള്ളച്ചാട്ടം സൂചിപ്പാറ. ഇവിടുന്ന് ഒലിച്ചു പോകുന്ന ബോഡി സീതമ്മക്കുണ്ടിൽ എത്തുമ്പോൾ തന്നെ ഭിന്നമാവും അല്ലേ? ഇത് എന്താ സംഭവിച്ചാലോ, ഇത് ഒന്നായിട്ട് ഫസ്റ്റിൽ പൊട്ട് പൊട്ടിയിട്ട് ഇത് നമ്മളെ സീതമ്മക്കുണ്ടിൻ്റെ അവിടെ പോയിട്ട് ഡാമുമാതിരി കെട്ടി നിന്നു. രണ്ടാമത് വന്നത് അതിലും വലിയ പൊട്ട, അതിൽ ടൗണിക്ക് അടിച്ച് കയറി. മൂന്നാമത്തെ പൊട്ട് വന്നപ്പോൾ തൂത്ത് വാരിയിട്ട് ഡാമ് പൊട്ടി ചൂരമല നീരിക്കാപ്പ് മൊത്തം പോയി. അല്ലെങ്കിൽ ഇത് വെല്ലം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ പോയ കുറച്ച് വീതി കൂട്ടി അങ്ങനെ പോയി. എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ ഈ ചെറിയ പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഇവിടെ സാധാരണ. പൊട്ടി എന്ന് പറഞ്ഞാൽ പൊട്ടിയാൽ അത് ആ വീതി കൂട്ടി വെല്ലം പോയി കൂടിയാണ് പോകല. ഇത് എന്ന് പറഞ്ഞാൽ ഇത് കല്ലും മണ്ണും മൊത്തത്തിലായിപ്പോയി. ഇവിടെ സീതംകുണ്ടിൻ്റെ അവിടെ തടഞ്ഞാണ് മെയിൻ ഇത്. ആ ഇതിലാണ് നമ്മളെ പള്ളീൻ്റെ അവിടേക്കൊക്കെ കയറിയത്. അല്ലെങ്കിൽ ഒരിക്കലും കയറില്ല. അത് വല്ല ഇങ്ങനെ സ്ലോ ആയിട്ട് അങ്ങനെ പോവുള്ളൂ. ഇവർ പറഞ്ഞ ഒരു ആവശ്യമില്ല. അതായത് ആ നാട്ടിലെല്ലാം ഉള്ള ഒരു സംവിധാനം ഇവർക്ക് വേണം. ഇവർക്കിനി ഇനി തുടങ്ങാൻ പറ്റില്ല. എത്ര കാലം ഒന്നേന്ന് തുടങ്ങും ഒരു മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് ഒരു നമ്മളടക്കമുള്ളവരോ അവർ പറയുന്നൊരു കാര്യം, നിങ്ങൾ എങ്ങനെയെങ്കിലും അത് നമുക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ